നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എയർ ഇന്ത്യ പൈലറ്റ് സമരം തീർപ്പാക്കണമെന്ന് നാഷണൽ പ്രവാസി ലീഗ്. വിശദമായ വാർത്തകളിലേക്ക്. എയർ ഇന്ത്യ പൈലറ്റ് സമരം തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി മലപ്പുറം എയർ ഇന്ത്യ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INL സംസ്ഥാന സമിതി അംഗം NK അബ്ദുൽ അസീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എയർ ഇന്ത്യ പൈലറ്റ് സമരം തീർപ്പാക്കുക, മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രവാസി ലീഗ് എയർ ഇന്ത്യ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എയർ ഇന്ത്യ സമരം കാരണം നിരവധി പ്രവാസികൾക്ക് ഓരോ ദിവസവും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് സമരക്കാർ മുന്നറിയിപ്പേകി. ഗൾഫിൽ നിന്നും നാടുകാണാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കും സമരം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായി പ്രവാസി ലീഗ് നേതാക്കൾ പറഞ്ഞു. മാർച്ചിന് INL ജില്ലാ സെക്രട്ടറി CH മുസ്തഫ, PKS മുജീബ് റഹ്മാൻ, K മൊയ്തീൻകുട്ടി ഹാജി, മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാഷണൽ പ്രവാസി ലീഗ് പ്രവർത്തകരെ, നേതാക്കളെ, ഈ പ്രതിഷേധ സമര പരിപാടി ഞങ്ങൾ ഇത് തുടങ്ങാനുള്ള കാരണം ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഗൾഫ് മലയാളികളോടുള്ള നമ്മുടെ ബന്ധപ്പെട്ടവരുടെ അവഗണന, വിശേഷിച്ച് എയർ ഇന്ത്യയുടെ അതിക്രൂരമായ ഒരു നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത്. വളരെ നല്ല ഈ പ്രദേശത്തുള്ള നല്ല ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ സമര പരിപാടി ഇവിടെ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു സൂചന മാത്രമാണ്. നാഷണൽ പ്രവാസി ലീഗ് തുടക്കം കുറിച്ച ഒരു പരിപാടി അതിഗൗരവപരമായ രീതിയിൽ ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ അവസാനം വരെ ഇതിന് ഫലപ്രാപ്തി കിട്ടുന്നതുവരെ ഞങ്ങൾ പൊരുതുമെന്ന് ഇവിടെ വെച്ച് വാക്ക് തരികയാണ്. 8,000 മുകളിലോട്ടും സീറ്റുണ്ടോ? സീറ്റില്ല. ഉംറയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലോ, ഉംറയ്ക്ക് പോകണമെന്ന് ആ ചാർജ് ഇപ്പൊ പറയാൻ കഴിയില്ല. നിങ്ങൾ എപ്പോ ഏത് ഡേറ്റിന് തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ വിസ അടിച്ചു വന്നാൽ ഞങ്ങൾ പറഞ്ഞുതരാം. 50,000 അതിന് മുകളിലോട്ടും 50,000 അതിന് മുകളിലോട്ടും. ഇത് ആർക്കുള്ളതാ? ഇത് എല്ലാ യാത്രക്കാർക്കുള്ളതല്ല. ഇത് കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ യാത്രക്കാർക്കും ഈ ചാർജ് ഇല്ല. ആർക്കാണുള്ളത്? മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് മാത്രമാണ് ഈ ചാർജ്. നിങ്ങൾ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുക, നിങ്ങൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുക, ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് എങ്കിൽ ന്യൂയോർക്കിലേക്ക് ഒരു പക്ഷേ 18 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട് നമുക്ക് അവിടെ എത്താമെങ്കിൽ. ഇങ്ങനെ 18 മണിക്കൂർ യാത്ര ചെയ്യാനെന്ന ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വെറും 32,000 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിട്ടേൺ ടിക്കറ്റ് കിട്ടുമെങ്കിൽ ജിദ്ദയിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 48,000 രൂപയ്ക്കാണ്. വെറും 4 മണിക്കൂർ മാത്രം യാത്ര ചെയ്യേണ്ടടുത്ത് എന്നതിന്റെ ദുരന്ത ഫലം, എന്നതിന്റെ ഏറ്റവും ഭീകരമായ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ കേരളത്തെ എയർ ഇന്ത്യ വിമാന കമ്പനി അതുപോലുള്ള വിമാന കമ്പനികൾ ആരോടാണ് ഈ ക്രൂരത കാണിക്കുന്നത്? സാധാരണക്കാരായ ആളുകളോട്. നമ്മുടെ കേരള സംസ്ഥാനത്തെ കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങളിലൊക്കെ പറയുന്നത് എന്താ? കേരള സംസ്ഥാനം ഇത്രയും വികസിക്കാനും പുരോഗതി പ്രാപിക്കാനും ഉണ്ടായ കാരണം മറ്റൊന്നുമല്ല. അത് ആളുകൾ തൊഴിൽ തേടി മിഡിൽ ഈസ്റ്റിലേക്ക് പോയതുകൊണ്ടാണ്. അറബികളുടെ കടകളിൽ ജോലി ചെയ്തും, അറബികളുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തും, അറബികളുടെ വീടുകളിൽ ഡ്രൈവർ പണിയെടുത്തും കൊണ്ടുവരുന്ന തുച്ഛമായ സംഖ്യയുണ്ടല്ലോ, ആ തുച്ഛമായ സംഖ്യ കൊണ്ട്